വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ച മക്കളെ നിങ്ങൾ വെറുതെ സമയം കളയരുത്. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്, നമ്മുടെ എക്സാം അടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളൊന്നും നിങ്ങൾ പഠിച്ച് സമയം കളയരുത്. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം, എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണ്ട, അതെങ്ങനെ പഠിക്കണം, അതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ ഏതൊക്കെ മാർക്കിന് വരും എന്നെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ +2 വാരിയർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളാം. അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. നമ്മൾ വളരെ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ ഈ ബാച്ചിലേക്ക് എടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ എക്കണോമിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ ഓരോ വിഷയങ്ങളും ഉണ്ട്, നമ്മൾ പഠിക്കേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കണോമിക്സിൽ എന്തൊക്കെ പഠിക്കേണ്ട എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ടല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് അവിടെ വരുന്നതാണ് മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും PPCയുടെ ഷേപ്പ്. ഓക്കെ, PPCയുടെ ഷേപ്പും അതുപോലെ തന്നെ PPCയുടെ ഷേപ്പൊക്കെ വെച്ചിട്ട് ഒരു ടേബിൾ വരുന്നുണ്ട്. അത് അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാറില്ലാത്തൊരു ഏരിയ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, A+ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊന്നും ഇത് സ്കിപ്പ് ചെയ്യരുത്. അതല്ലാതെ ഒരു ലെവലിലുള്ള A+ന് തൊട്ട് മുന്നേ വരെയുള്ള ഒരു മാർക്കൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാം. ഇതിൽ നിന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് ചോദ്യങ്ങൾ വരാറില്ല. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പാഠം നമുക്കവിടെ വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആണ്. കൺസ്യൂമർ ബിഹേവിയറിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിൽ അവിടെ നമുക്ക് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കുറേ ചേഞ്ചസ് നമുക്കവിടെ പഠിക്കാണ്. ഇൻകം ചേഞ്ച്, പ്രൈസ് ഓഫ് ഗുഡ് 1 ചേഞ്ച്, ഗുഡ് 2 ചേഞ്ച്, അങ്ങനെ കുറേ ഉണ്ട്. എല്ലാതൊന്നും പഠിക്കണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് മാത്രം അവിടെ പഠിച്ചാൽ മതി. പിന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ചോദിക്കാറില്ല. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് ചോദിക്കാറില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അവിടെ ചോദിക്കാത്ത മൊണോട്ടോണിക് പ്രിഫറൻസ് ചോദിക്കാറില്ല. അതിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല മൊണോട്ടോണിക് പ്രിഫറൻസ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ വളരെ കുറച്ച് ചേഞ്ചസ് ചോദിക്കാറുള്ളൂ. അതിൻ്റെ അടിയിൽ വരുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതൊന്നും ചോദിക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് വരുമ്പോൾ എന്ത് മാറ്റം വരും എന്നുള്ള അങ്ങനെ കുറച്ച് ടോപ്പിക്സ് അവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്നും അങ്ങനെ കാര്യമായിട്ട് ചോദ്യങ്ങൾ വരാറില്ല. ചാപ്റ്റർ 3 പറയുകയാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 3 വരുന്നത് പ്രൊഡക്റ്റ് ആൻഡ് കോസ്റ്റ് ആണല്ലേ. പ്രൊഡക്റ്റ് ആൻഡ് കോസ്റ്റിൽ നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ആൻഡ് കോസ്റ്റിലും ഇതേപോലെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കോബ്ഡഗിൾസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതങ്ങനെ ചോദിക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാപ്റ്റർ 4 നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കണ്ടീഷനും ആ ഗ്രാഫും ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ ആ പാഠത്തിൽ ശരിക്കും പറഞ്ഞാൽ പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. 5ാമത്തെ പാഠം മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് എങ്ങനെ ഇക്വിലിബ്രിയം പ്രൈസ് കാണാം, എങ്ങനെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാം, പിന്നെ അതേപോലെ തന്നെ എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണ്, ഫ്ലോർ പ്രൈസ് എന്താണ്, പ്രൈസ് സീലിംഗ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി കംപ്ലീറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഓരോ വിഷയങ്ങളിലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ മുഴുവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ളത്, അഥവാ നിങ്ങൾക്ക് ഇതേപോലെ ഓരോ വിഷയങ്ങളും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് മിസ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേവരെ ചെയ്തത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.